ഹലോ, വെൽക്കം ടു ആരിക്കുട്ടി വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പൈനാപ്പിൾ വെള്ളരിക്ക മോരുകറിയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു കപ്പ് പൈനാപ്പിൾ ക്യൂബായിട്ട് അരിഞ്ഞു വെച്ചത് എടുത്തിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് വേണ്ടത് വെള്ളരിക്കയാണ്. വെള്ളരിക്കയും നമുക്ക് തൊലി കളഞ്ഞെടുക്കാം. തൊലി കളഞ്ഞ് ഇതേപോലെ ക്യൂബായിട്ട് അരിയാം. അപ്പോൾ ഇതേപോലെ നമ്മൾ ക്യൂബായിട്ട് അരിഞ്ഞതിന് ശേഷം ഒരു കപ്പോളം വെള്ളരിക്കയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് 2 പച്ചമുളകാണ് വേണ്ടത്. പച്ചമുളകും അരിഞ്ഞെടുക്കുക. പിന്നെ ഞാൻ ഇവിടെ വെളുത്തുള്ളിയും കൂടെ എടുത്തിട്ടുണ്ട്. 2 വെളുത്തുള്ളി നമുക്ക് അരച്ച് ചേർക്കണം. അപ്പോൾ ഇനി അരയ്ക്കാനായിട്ട് നമുക്ക് ഒരു അരമുറിയുടെ പകുതി 1/4 മുറി തേങ്ങ ചിരകിയത്. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾ ചേർക്കണം. എന്നിട്ട് ഇതിലേക്ക് ഒരു ചെറിയ സ്പൂൺ ജീരകം, എന്നിട്ട് ഇതിലേക്ക് 2 വെളുത്തുള്ളി. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് വെള്ളമാണ്. വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ വെള്ളം എങ്ങനെയാണ് ചേർക്കേണ്ടതെന്ന് വെച്ചാൽ തേങ്ങ ജസ്റ്റ് മുങ്ങുന്ന രീതിയിൽ. അപ്പം നമ്മളിവിടെ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളരിക്കയും പൈനാപ്പിളും വേവിച്ചെടുക്കണം. പച്ചമുളക് നമ്മളിതിലേക്ക് എരിക്ക് വേണ്ടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് 1 കപ്പ് അല്ലെങ്കിൽ 1 ഗ്ലാസ് വെള്ളമാണ് ഞാനിതിലേക്ക് ചേർത്തിരിക്കുന്നത്. 1 ഗ്ലാസ് വെള്ളം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തിക്നെസ് അനുസരിച്ച് മോരുകറിക്ക് നിങ്ങൾക്ക് ഭയങ്കര തിക്കായിട്ട് മോരുകറി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ലൂസ് കൺസിസ്റ്റൻസി ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ചേർക്കാം. ഓക്കെ, അപ്പോൾ ഇത് അടുപ്പ് കത്തിച്ച് നമുക്ക് വേകാനായിട്ട് വെക്കാം. ഒരു 15 മിനിറ്റ് നമുക്ക് വേകാനായിട്ട് വേണം. കുക്കറിലാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് 1 വിസിൽ മതി. ഓക്കെ, കുക്കറിൽ വേവിക്കുന്നതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് വെന്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഞാനിവിടെ 1/2 കപ്പ് തൈരാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് ജസ്റ്റ് മിക്സിയിലിട്ടൊന്ന് അടിക്കുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് തൈരിൻ്റെ പുളി അനുസരിച്ച് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. മോര് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി, തിളയ്ക്കരുത്. ഓക്കെ, അതിന് താളിക്കാനുള്ള കാര്യങ്ങൾ എടുക്കാം. വെളിച്ചെണ്ണയിലാണ് താളിക്കുന്നത്. കടുക് പൊട്ടിച്ചെടുക്കുക. അതിനുശേഷം ഒരു ചെറിയ സ്പൂൺ ഉലുവ, 2 വറ്റൽമുളക്, 2 തണ്ട് കറിവേപ്പില എന്നിവ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ജസ്റ്റ് മണം വരുമ്പോഴത്തേക്കും നമുക്കിത് നമ്മുടെ മോരുകറിയിലേക്ക് താളിച്ചു കൊടുക്കാം. ഓക്കെ, നമ്മുടെ മോരുകറി റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് താളിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ താളിച്ചു കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റുള്ളൊരു മോരുകറിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല വീഡിയോസുമായിട്ട് വീണ്ടും ആരിക്കുട്ടി വ്ളോഗ്സിലൂടെ കാണാം കേട്ടോ. ബൈ.